ഹലോ, എല്ലാവർക്കും ആർ ജെയിംസസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലേറ്റായി എന്നറിയാം, എന്നാൽ എല്ലാവർക്കും ഞങ്ങളുടെ വക പുതുവർഷ ആശംസകൾ. ഇത് നമ്മൾ നൈറ്റ് വ്ലോഗാണ്, പക്ഷേ മേജർ പാർട്ട് നമ്മൾ നൈറ്റിലാണ് കവർ ചെയ്യുന്നത്. ഈ കാണുന്നത് ആണ് റൈത്ത് ബസാർ. റൈത്ത് ബസാറിൽ കർഷകരൊക്കെ അവരുടെ പച്ചക്കറികളും ഫലങ്ങളും ഒക്കെ ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റായിട്ട് വന്ന് വിൽക്കുന്ന സ്ഥലമാണ്. നെക്സ്റ്റ് കാണുന്നത് ഹൈദരാബാദിലെ ലുലു മാളാണ്. നമ്മൾ ഇവിടെയല്ല പോകുന്നത്, ശില്പാരാമമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നൈറ്റ് വ്യൂ ആയി. മനോഹരമായ ഗ്ലാസ് ബിൽഡിംഗ് കണ്ടില്ലേ? അതാണ് യശോദ ഹോസ്പിറ്റൽ. അതൊരു ബിഗ് ചെയിൻ ഓഫ് കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റും, അത് ബെസ്റ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലാണ് യശോദ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ. കണ്ടാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ലുക്കൊക്കെ ഇല്ലേ, പക്ഷേ അതൊരു ഹോസ്പിറ്റലാണ്. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മാതാപൂർ ക്രോസ് റോഡ് എത്തി. കണ്ടോ ഇവിടുത്തെ പ്ലേസ് എല്ലാവരും എങ്ങനെയാണ് പ്ലാന്റ്സ് ഒക്കെ നട്ടുവെച്ചത്. ആ നേരെ കാണുന്ന ബിൽഡിംഗാണ് സൈബർ ടവർ. സൈബർ ടവർ 1998 നവംബർ 22 പ്രൈം മിനിസ്റ്ററായ അടൽ ബിഹാരി വാജ്പേയി ആണ് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ തെലങ്കാന ആയിട്ടില്ല, ആന്ധ്രാപ്രദേശ് ആയിട്ടേ ഉള്ളൂ. ആന്ധ്രാപ്രദേശായിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡു IT മേഖല വളരാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഒരു മോർ ദാൻ 25 കൺസൾട്ടൻസിയും IT കമ്പനീസൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ശില്പാരാമം എത്തി. ഈ കാണുന്നതാണ് സത്വ ബിൽഡിംഗ് അല്ലെങ്കിൽ സൈബർ പാർക്ക്. അവിടെയും ഇതുപോലെ തന്നെ ഈ ഏരിയ സത്യം പറഞ്ഞാൽ ഇവിടെ മൊത്തം IT മേഖലയാണ്. മാതാപൂർ ഹൈടെക് സിറ്റി ഏരിയ മൊത്തം ഗൂഗിൾ അങ്ങനെ പല കമ്പനീസും ഇവിടെയുണ്ട്. ഇവിടെയാണ് നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ അഡൾട്ട്സിന് 60 റുപ്പീസും കുട്ടികൾക്ക് 20 റുപ്പീസുമാണ്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. അങ്ങനെ നമുക്ക് പല കാഴ്ചകൾ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. പകൽ മാത്രമല്ല, രാത്രിയും ഈ സ്ഥലത്തിൽ വന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒന്നും നമുക്ക് സിമെൻ്റായിട്ടോ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻസ് ഒന്നും കാണാൻ സാധിക്കില്ല. എല്ലാം ഇങ്ങനെ ഇതുപോലെ ബാംബൂവിൻ്റെ ആർച്ചും അങ്ങനെ പല ഹാൻഡിക്രാഫ്റ്റും ആർട്ട് വർക്കും പല ട്രഡീഷൻസ് കൾച്ചേഴ്സൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ പ്രവർത്തന സമയം രാവിലെ 10:30 മുതൽ വൈകിട്ട് 8 മണി വരെയാണ്. നമ്മൾ കയറി വരുമ്പോൾ കാണാവുന്ന ഒരു ഐഡലാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ക്രോസ് ചെയ്താണ് നമ്മൾ നേരെ പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇത് കണ്ടില്ല എത്ര മനോഹരമായിട്ടാണ് ഇവിടെയൊക്കെ. ഇതെല്ലാം കഴിയും കൊണ്ട് നിർമ്മിച്ച ഒരു ആർച്ചാണിത്. എന്നാൽ ഈ ശില്പാരാമന്റെ പ്രവർത്തനം ആരംഭിച്ചത് 1992 എന്നാൽ അപ്പോൾ മുതൽ ഇപ്പോൾ വരെ ആ ഒരു ട്രഡീഷണൽ കൾച്ചർ അവർ നല്ലപോലെ സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മൾക്ക് ഇരിക്കാം. അവിടെ അങ്ങനെ നമുക്കൊരു ടയേർഡായി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ നമുക്ക് റിലാക്സേഷനും അങ്ങനെ ഒരു റിക്രിയേഷണൽ ആക്ടിവിറ്റി ആയിട്ട് അവിടെ പോയി ചെയ്യാം. ഇതാണ് നല്ല വാൾ ഡെക്കോറും വുഡൻ തന്നെ ചെത്തി അതിനകത്ത് പെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ ഇതാണ് ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ പല കൾച്ചറിൻ്റെയും ട്രഡീഷണൽ ഡാൻസസും ഓരോ ഫോക്കും ട്രൈബൽ അങ്ങനെ പല രീതിയിലുള്ള എക്സ്പോ നടക്കുന്ന ഒരു സ്ഥലമാണ്. നൈറ്റ് ടൈംസിലും ഇവിടെ ഈവൻറ്റ്സ് നടക്കാറുണ്ട്. പല തിയേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ പല ശില്പകലയും നമുക്ക് കാണാം.
ഓരോ ഏരിയ ഓരോ ഏരിയയിലും അതിൻ്റെതായ ക്യാൻറ്റീനും നമുക്ക് വെള്ളം കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ദാ ഒരു ചിത്രകാരനെ കാണാം, അടുത്തു പോയി നോക്കാം. അടുത്ത് പോയി നോക്കിയപ്പോഴാണ് നല്ല മനോഹരമായിട്ട് അയാൾ ഡ്രോയിങ് ചെയ്തത്. ഇരിക്കുന്ന ആളും നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് അയാൾക്ക് അറ്റൻഷൻ കൊടുത്തിട്ട് തന്നെയാണ് ഇരുന്ന് നല്ല മനോഹരമായിട്ടാണ് ഡ്രോ ചെയ്തത്. അങ്ങനെ നമ്മുടെ ചുറ്റിനും നോക്കുവാണെങ്കിൽ പല കാഴ്ചകളും നമുക്ക് കാണാം. അവിടെ ഡ്രസ്സിങ്ങിൻ്റെയും പല നമുക്ക് വീട് ഡെക്കോറിൻ്റെയും ഒക്കെ കാണാം. ഇതിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ചെറിയതായിട്ടുള്ള വുഡനിൻ്റെ തടിയിൽ തന്നെ ക്രാഫ്റ്റ് ചെയ്ത ഓരോ ഡെക്കോർ കാണാം. പിന്നെ കാശ്മീരി ഷോൾസും പിന്നെ ഡ്രസ്സസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഷെൽഫുകളിൽ വെക്കാൻ പറ്റിയതുണ്ട്. പിന്നെ ഈ കൈ കൊണ്ട് നിർമ്മിച്ച ഓരോ സാധനങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ നല്ല റേറ്റും ഉണ്ട്. എന്നാൽ നമുക്ക് റീസണബിൾ ആയിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് മേടിക്കാം. ഇതുപോലെ കണ്ടില്ലേ, എല്ലാം മണ്ണിൻ്റെ ഓരോ ക്ലേയും കൊണ്ടുണ്ടാക്കിയ ഓരോ പാത്രങ്ങളും കപ്സും സോസേഴ്സും ഒക്കെ കാണാം. ഇത് ബാംബൂവിൻ്റെ കൊണ്ട് ഉണ്ടാക്കിയ ലാമ്പും ബാസ്ക്കറ്റും ഇതിനകത്തൊക്കെ മോമോസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ബാസ്ക്കറ്റ്സ് ആണിത്. ഈ സ്റ്റോൾസിലെല്ലാം നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. സോ അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബാർഗെയിൻ ചെയ്യുമ്പോൾ റീസണബിളായിട്ട് ബാർഗെയിൻ ചെയ്യുക. ബിക്കോസ് അവരുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമാണ് ഇത്. പിന്നെ അങ്ങനെ ചെരുപ്പുകളും കാണാം. മെനും വുമനും എല്ലാവർക്കും പറ്റിയ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ചെരുപ്പുകളാണിത്. പിന്നെ ജൂട്ട് ബാഗ്സ് കാണാം. വീണ്ടും നമുക്ക് കാശ്മീരിലെ ഷോൾസ് കാണാം. അങ്ങനെ ജ്വല്ലറി ഐറ്റംസ്. പിന്നെ ഇതും ഒരു പോണ്ടാണ്. ഇത് മാൻമെയ്ഡ് ലേക്കാണിത്. നൈറ്റെന്നോ പകലെന്നോ ഇല്ല, ആൾക്കാർ ഇവിടെ വന്നും പോയൊക്കെ ഇരിക്കും. ബിക്കോസ് ഹൈദരാബാദ് മോസ്റ്റ്ലി ആക്റ്റീവ് ആയിരിക്കുന്നത് നൈറ്റ് ടൈംസിലാണ്. വീണ്ടും നമ്മൾക്ക് ഇങ്ങനത്തെ ഡെക്കോർ ഐറ്റംസ് കാണാം. ഓരോ പ്ലേസസിലെ ട്രഡീഷൻ അനുസരിച്ച് ഓരോ ബുദ്ധൻ്റെയും ഹിന്ദു മിത്തോളജിക്ക് അനുസരിച്ചുള്ള ഐഡൽസും വാൾ ഹാങ്ങിങ്സും ഒക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ബ്രാസ് ഉണ്ട്, അതായത് പിച്ചള പാത്രം. ഈ പണ്ട് കാലത്താണെങ്കിലും ഇപ്പോഴും പല വീടുകളിൽ ഇവിടെ ആന്ധ്ര, തെലങ്കാന ഒക്കെ ഭാഗത്ത് ഇപ്പോഴും ഇങ്ങനത്തെ പാത്രങ്ങളിൽ അവർ കൊടുക്കുന്ന ഒരു പൈസ മാത്രമേ ഉള്ളൂ അവരുടെ ഇൻകം. അതുകൊണ്ട് വെറുതെ കണ്ടുപോയത് മാത്രമല്ല, നമ്മളത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പണ്ട് കാലത്തെ കർഷകർ എങ്ങനെയാണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആന്ധ്രയുടെയും തെലങ്കാനയുടെയും തമിഴ്നാടും കേരള ഈ ഭാഗത്തിലുള്ള എല്ലാവരുടെയും വർക്കൊക്കെ നമുക്കിങ്ങനെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. സിറ്റി സൈഡിൽ നമുക്കിതൊന്നും കാണത്തില്ലെന്നേ ഉള്ളൂ. ഇവിടെയാണ് ഈ ഞാനീ പറഞ്ഞ ബ്രാസിൻ്റെ കലങ്ങളാണെങ്കിലും പാത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഒരുപാടുണ്ട്. ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും, ബോഡിയുടെ pH മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെയാണ് കൊണ്ടപ്പള്ളി ടോയ്സ്. കൊണ്ടപ്പള്ളി ടോയ്സ് എന്ന് പറയുന്നത് അത് ഒരു ചില കാസ ട്രീയിൽ നിന്ന്
തന്നെ ആ തടിയെടുത്താണ് അതിനകത്ത് ഓരോ ടോയ്സ് ഉണ്ടാക്കുന്നത്. അത് നല്ല വൈബ്രന്റ് കളേഴ്സിൽ നല്ല ഭംഗിയായ ആകർഷണ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെയാണിത് ഈ ജൂട്ടും കൊണ്ട് ബാംബുവും കൊണ്ട് ബാസ്ക്കറ്റ്സ് ഉണ്ടാക്കുന്നത്. ഈ കാണുന്നത് ചെറിയാൽ പെയിന്റിങ്. ചെറിയാൽ പെയിന്റിങ്ങും തെലങ്കാനയിലെ ചെറിയാൽ എന്ന് പറയുന്ന വില്ലേജിലെ ഒരു ആർട്ട് ഫോമാണ്. ഇതിങ്ങനെ ഓരോ സ്റ്റോറി ബേസ്ഡ്, ഒരു പിക്ചർ ബേസ്ഡ് പെയിന്റിങ്സ് ആണ്. അന്ന് കാലത്ത് മിക്സി ഒന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ അതിനകത്താണ് അവർ പൊടിച്ചുകൊണ്ടിരുന്നതും. ഇവിടെ പിന്നെ കാളഹസ്തി വുഡ് കാർവിംഗ് ആണ്. ശ്രീകാളഹസ്തി എന്ന് പറയുന്ന വലിയൊരു ടെമ്പിളാണ് ആന്ധ്രയിൽ. അവിടുത്തെ വുഡൻ ആയിട്ട് ആ ഒരു ആർട്ട് ഫോം ചെയ്യുന്നത് അവിടുത്തെ ആൾക്കാരാണ്. പിന്നെ ആ സമയത്തെ പണ്ട് കാലത്തെ ബസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, ഹസ്തരേഖ നോക്കുന്നവരും അങ്ങനെ എല്ലാവരും ഒരു ഹബ്ബ് പോലെ അവരെ കൂടുന്ന ഒരു ദിവസമുണ്ടായിരുന്നു. അവിടെ തലമുടി വെട്ടാൻ അന്ന് കാലത്ത് സാലൂണോ ഒന്നുമില്ല. മാർക്കറ്റിൽ ചെന്ന് ഇങ്ങനെ ഇരുന്ന് കൊടുക്കും, അവിടെ വെട്ടിക്കൊടുക്കും. അങ്ങനെ പലവിധ കർഷകരും എല്ലാം. ഇതാണ് ഇപ്പോഴും റൈതു ബസാർ മെയിൻറ്റെയിൻ ചെയ്തത്. റൈതു ബസാർ കർഷകർ ഡയറക്റ്റ് വന്ന് അവരുടെ പച്ചക്കറിയും ധാന്യവും ഒക്കെ ഇടനിലക്കാരില്ലാതെ വിൽക്കുന്നത്. ഈ കാണുന്നതാണ് ഒരു സംക്രാന്തി, അതായത് പൊങ്കൽ എന്ന് പറയും. ആ സമയത്ത് കാണുന്ന കാഴ്ചകളാണ്. വീടിൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ കോലമൊക്കെ വരച്ച് അതിനകത്ത് കളറൊക്കെ നിറച്ച്, പിന്നെ ഒരു പശുവിൻ്റെ മേളിൽ ഇങ്ങനെ തുണിയൊക്കെ ഇട്ട്, അത് അവർ വിശ്വസിക്കുന്നത് എന്ന് വെച്ചാൽ പ്രോസ്പെറിറ്റി, അവർക്ക് വലിയ സമ്പത്തും അതൊക്കെ വരാൻ വേണ്ടിയിട്ടും പിന്നെ ആനിമൽസിനെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും കൂടെയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ കാഴ്ചകളെല്ലാം വരുമ്പോൾ നമുക്ക് കയറുകൊണ്ട് ആർട്ട് ചെയ്യുന്ന ആൾക്കാർ, കയർ വരിക്കുന്ന ആൾക്കാരെ കാണാം. ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണാം. ഇതെല്ലാം മനുഷ്യനിർമ്മിതമായ മനുഷ്യരാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ ചെറിയ പോട്ട്, മണ്ണിൻ്റെ പോട്ട് ഉണ്ടാക്കുന്നത് കാണാം. ഇവിടെ പിന്നെ ആ ഒരു നാടിൻ്റെ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടി 2 കാളയും ഒരു കർഷകനെയൊക്കെ അവർ നിർത്തിയിട്ടുണ്ട്. അന്ന് കാലത്ത് കൊച്ചിനെ ഒക്കത്ത് വെച്ച് ഇങ്ങനെ ജോലി ചെയ്യുന്ന അമ്മമാരെ കാണാം. ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണുമ്പോൾ ഒരു പുതിയ കാഴ്ചകളാണ്. പിന്നെ ആ ഒരു ട്രഡീഷൻ, ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ മോഡൽസും ഉണ്ട്. പിന്നെ ആ ഒരു വില്ലേജ് മ്യൂസിയം പോലെ ഒരു വൈബ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൽമരവും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് പോട്ടേഴ്സ് ക്ലേ. അത് ഇവിടെ ഓരോരുത്തർ എങ്ങനെയാണ് പോട്ട് ഉണ്ടാക്കുന്നതെന്നും ഒരു കുശവൻ എങ്ങനെയാണ് മൺപാത്രം ഉണ്ടാക്കുന്നതെന്ന് ഒക്കെ കാണിക്കുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ അതുപോലെ തന്നെ മോഡൽസ്, അങ്ങനെ കഥക്കും കഥകളി, ഭരതനാട്യം ഒക്കെ ഉള്ള ഓരോ മോഡൽസ് ഉണ്ട്. അവിടെയൊക്കെ ദണ്ട ഈ കുട്ടി നിന്ന് ഫോട്ടോ എടുക്കുന്നത് പോലെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇവിടുത്തെ ഓരോ ആചാരങ്ങൾ ഇങ്ങനെ ഓരോ ഫെസ്റ്റിവൽ സമയത്ത് കാണുന്ന കാഴ്ചകളാണ്. പിന്നെ ഓരോ മ്യൂസിയം നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പോൾ ആ ആർച്ച് കംപ്ലീറ്റ് ആവും. പിന്നെ അവിടെ ഒരു ഫുഡ് സെക്ഷൻ ഉണ്ട്. പിന്നെ അന്ന് കാലത്തെ ഒരു വീട്ടിൽ എങ്ങനെയാണോ സാഹചര്യം, ഇതുപോലെ ഒരു കാർണോർ കാണും. പിന്നെ അവിടുത്തെ അമ്മച്ചിമാരൊക്കെ ഇരുന്ന് പാറ്റുകയും നെല്ലൊക്കെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുകയും. ഇതാണ് അന്ന് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൈൻഡിങ് മെഷീൻ. അത് 2 കല്ല് ഇടയ്ക്കിട്ടാണ് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കുട്ടികളൊക്കെ ഇരുന്ന് കട്ടിലൊക്കെ ഇരുന്ന് കളിക്കുന്നത്. പിന്നെ ഇതും ഒരു തിയേറ്ററാണ്. ഇവിടെയും പല കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്.
നമ്മൾ പുറത്തുനിന്ന് കണ്ട സത്വ ബിൽഡിംഗ് ആണത്. പിന്നെ ഇവിടെ ഒരു ക്യാൻറ്റീനുണ്ട്. പകൽ സമയത്ത് ഇത് നല്ല പ്രവർത്തനമാണ്. ഇവിടെ വന്ന് നമുക്കിരുന്ന് ഫുഡ് കഴിക്കാനും ആ ഒരു വൈബ് എൻജോയ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണിത്. ആ കാണുന്നതാണ് ഹോട്ടൽ ട്രൈഡൻറ്റ്. ഹോട്ടൽ ട്രൈഡൻറ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷറി ഹോട്ടൽസിൽ ഒരു ഹോട്ടലാണ്. ഓബറോയ് ഗ്രൂപ്പ്സിൻ്റെ അണ്ടറിലുള്ള ഒരു ബ്രാൻഡ് ആയ ഒരു ഹോട്ടലാണ്. അവിടെ കോർപ്പറേറ്റ് മീറ്റിങ്സും കല്യാണങ്ങളും പിന്നെ പല ഗ്യാതറിങ്സ് നടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു കാണാം. ആൽമരത്തിൻ്റെ ചോട്ടിൽ ആ ഹിസ്റ്ററി പറയുന്ന പോലെ ശാന്തവും സമാധാനവും ഒക്കെയാണ് ബുദ്ധനെ കുറിച്ച് പറയുന്നത്. അതുപോലെയായിരുന്നു ആ സാഹചര്യവും എൻവയൺമെൻറ്റും. പിന്നെ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പം ഇവിടെ ഒരു കൃഷ്ണാസ് ഫ്ലൂട്ട് ആർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കാണാം. ഇവിടെ അന്ന് കാലത്ത് എങ്ങനെയാണോ വെള്ളമൊക്കെ കോരിക്കൊണ്ടിരുന്നത് അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മോഡലും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വർക്കിംഗ് ഡേയിലാണ് ഇത് പോയി എക്സ്പ്ലോർ ചെയ്തത്. അത് ഹോളിഡേയ്സിലെ സമയത്ത് പോവുകയാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അവിടെ കണ്ടപ്പോൾ ഒരു ഡസ്റ്റ്ബിൻ കണ്ടു. അതും നല്ലൊരു കൗതുകമായിട്ട് ആ ശില്പാറാമൻ്റെ കൾച്ചർ പോലെ അത് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ അവിടെ ഈ കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്ലേ ഏരിയയുണ്ട്. പിന്നെ ഇത് ഒരു ബാംബൂ കൊണ്ട് നിർമ്മിച്ച ഒരു ഗേറ്റ് ആണിത്. ഇത് പറയുന്നത് ലിവിങ് റോക്ക് മ്യൂസിയം എന്നാണ്. ഇവിടെ പല കല്ലുകളും ഒരു ഷേപ്പിൽ കൊണ്ടുവരുത്തി അവിടെ ഒരു മ്യൂസിയം പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ്. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ആ കോർണർ കണ്ടില്ലേ, അതും ആ ഒരു ഫോമിലാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ പഴയ കാലത്തെ ആ ഒരു ഓടിട്ട വീടും ഓലമേഞ്ഞ വീടും ഒക്കെയാണ് ഈ കാണുന്നത്. ഇതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ്. അതായത് അവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഈ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവരും ഒരു വലിയ ഓഫീസ് റൂമോ അങ്ങനത്തെ സെറ്റപ്പ് അല്ല, ഇതുപോലെ തന്നെ അതിനോടാണ് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള സെറ്റപ്പാണ്. അവിടെ നമുക്ക് ഇരിക്കാനുള്ള ആ ഒരു അന്തരീക്ഷം, നല്ല തണുപ്പും തണലും ഒക്കെ നല്ല രീതിയിലുണ്ട്. ഇതാണ് കേരളത്തിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓഫീസ്. ഇവിടെ ഒരു എഞ്ചിനീയറിൻ്റെ ഒരു സ്പേസ് ആണ്. ഇവിടെ പല കൾച്ചർ, അതായത് എല്ലാ സൗത്ത് ഇന്ത്യ പാർട്ടിലെ കാണുന്ന കൾച്ചേഴ്സിനെ ഇവിടെ നമുക്ക് കാണാം. സ്പെഷ്യലി ആയിട്ട് അന്ന് കാലത്ത് ഒരു വീട് എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്തത് അതുപോലെയാണ് ഇതും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു പ്ലേസ് പോലും അവർ വെറുതെ വിട്ടിട്ടില്ല. എല്ലായിടത്തും അവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റ്സ് വെച്ച് ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ സെറ്റപ്പും ചെയ്തേക്കുന്നത്. ഇതാണ് എത്നിക് ഹാൾ. ഇവിടെ പല മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. കണ്ടില്ലേ, ഇതൊന്നും കോൺക്രീറ്റ് വർക്ക് ഒന്നുമില്ല, ഇതെല്ലാം ബാംബൂ കൊണ്ട് യൂസ് ചെയ്ത വാൾസ് ആണ്. പിന്നെ ഇതുപോലെ കണ്ണാടികളും വാൾ ഡെക്കോറും പിന്നെ മാറ്റ്,
പിന്നെ ചെറിയ ചെറിയ കൈ കൊണ്ട് ചെയ്ത ഓരോ പണികളാണ് ഇതെല്ലാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ഇതിനൊക്കെ നല്ല റേറ്റും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നോക്കി നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമുക്ക് മേടിക്കാം. നമ്മുടെ വീഡിയോ കാണുന്നവർ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം. ഇതാ ഒരു തോക്കും ഒക്കെ കാണാം. ഇതെല്ലാം വാൾ ഡെക്കോറാണ്. ഒരു വീട്ടിൽ അലങ്കാരമായിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഇവിടെ കിട്ടും. ഇവിടെ പല വിൻറ്റേജ് കളക്ഷൻസും കിട്ടാനുണ്ട്. ഇതാണ് ഒരു വലിയ ക്യാൻറ്റീൻ പോലത്തെ ഒരു സെക്ഷൻ. പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആണ്. ഇവിടെ ഹാൻഡ് മെയ്ഡ് സാരീസും കലംകാറി സാരീസൊക്കെ ഉണ്ട്. ഇതെല്ലാം കൈ കൊണ്ടുണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇറങ്ങി. നമ്മൾ കയറുമ്പോൾ റൈറ്റ് സൈഡിലുള്ളത് ക്യാഷ് കൗണ്ടറും ലെഫ്റ്റ് സൈഡിലുള്ളത് UPI പേയ്മെൻറ്റ്, അതായത് ഫോൺ പേ, ഗൂഗിൾ പേ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്ന കൗണ്ടറാണ്. രണ്ടും ഡിഫറെൻ്റാണ്. സോ ഇതാണ് നമ്മുടെ ഹൈദരാബാദിലെ നൈറ്റ്. സോ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അന്നേരം ഈ ഒരു സംക്രാന്തി വൈബിന് വേണ്ടിയിട്ട് അവിടെ ഡെക്കോർ ചെയ്ത ലൈറ്റ്സ് ആണ്. സംക്രാന്തി ബേസിക്കലി എന്ന് പറഞ്ഞാൽ പൊങ്കലും, പ്രത്യേകിച്ച് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക ഭാഗത്താണ് കൂടുതലും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇത് മൊത്തം ഒരു IT മേഖലയുള്ള ഏരിയാസാണ്. അതുകൊണ്ടാണ് പണ്ട് സൈബർ ടവേഴ്സിൻ്റെ സമയത്ത് ഇതിനെ സൈബറാബാദിൽ നിന്നും ഹൈദരാബാദിനെ വിളിച്ചുകൊണ്ടിരുന്നത്.